ഹലോ ഗൈസ്, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല സാരി ഉടുക്കാൻ. പക്ഷേ ഞാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും എനിക്കറിയാവുന്ന പോലെ ഞാൻ ഒരു സാരി ഡ്രിപ്പിംഗ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞാൻ വീഡിയോ ഓണാക്കിയപ്പോഴാണ് കണ്ണെഴുതിയില്ല. ഞാൻ പൗഡർ ഇട്ടായിരുന്നു, പക്ഷെ കണ്ണെഴുതിയില്ല. അപ്പം എനിക്ക് കണ്ണെഴുതുന്ന ഭയങ്കര ഇഷ്ടമാണ്. കണ്ണെഴുതിയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നാറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ കണ്ണെഴുതിയിട്ടാണ്, മിക്കവാറും വീട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ കണ്ണെഴുതിയിട്ടാണ് നിൽക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ പെൻസിൽ വെച്ച് നല്ല പോലെ കട്ടിക്ക് കണ്ണെഴുതുവാണ്. അപ്പോൾ എപ്പോഴും കണ്ണെഴുതുന്ന കാരണം കണ്ണെഴുതാതെ വീഡിയോ ഓണാക്കിയപ്പോൾ ഒരു കുറവ് പോലെ. അപ്പോൾ ഞാൻ നല്ല സൂപ്പറായിട്ട് കണ്ണൊക്കെ എഴുതി, എന്നിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പം നമ്മൾ ബ്ലൗസ് സ്ലീവ്ലെസ് ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അണ്ടർസ്കേർട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ഒരു സാരിയാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് പിങ്കും ക്രീമും. നല്ലൊരു ലുക്ക്, ഒരു അടിപൊളി നല്ലൊരു ലുക്ക് തരുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഞാൻ റീൽസൊക്കെ ചെയ്യാനും ഷോർട്സൊക്കെ ചെയ്യാനും വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഞാൻ എവിടെയും പോകാറില്ലല്ലോ. അപ്പം ഇപ്പം ഞാൻ സാരി ഉടുത്തിപ്പം എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുവാണെങ്കിൽ എത്ര ടൈം എടുക്കും? ഇപ്പം നമ്മൾ അത്ര പെർഫെക്റ്റായിട്ട് സാരി ഉടുക്കാനായിട്ട് അത്ര അറിയത്തില്ലല്ലോ. അപ്പം ചുരിദാറ് അല്ലെങ്കിൽ ജീൻസ് ടീഷർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പീഡിൽ എവിടെയെങ്കിലും റെഡിയായി ഒരുങ്ങി പോകാൻ പറ്റും. അപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ ഈ സാരിയാണ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. അപ്പം നല്ല പുതിയ സാരിയാണ്. അപ്പോഴത്തേക്ക് കൺഫ്യൂഷനായിരുന്നു എവിടെ. അപ്പോൾ ബ്ലൗസ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. കാരണം തയ്യക്കടയിൽ പോകാനും തയ്പ്പിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അതുപോലെ വണ്ണം വെക്കുന്ന കാരണം നമ്മൾ തയ്പ്പിച്ചാലും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മെഷർമെൻറ്റ് മാറും. എന്തായാലും നമ്മൾ ബ്ലൗസ് പീസ് അതിൻ്റെ അറ്റത്തുണ്ടായിരുന്നു. അത് കാരണം വണ്ണം ഉള്ളത് കാരണം നല്ല ലെങ്ത്തും നല്ല വിഡ്ത്തും ഒക്കെ വേണം സാരിക്ക്. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ബ്ലൗസ് പീസ് മുറിച്ച് മാറ്റിയിട്ടില്ല. എന്തായാലും അതാണ് നമ്മൾ ആദ്യം കുത്തിയത്. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ നമ്മുടെ മുന്താണി എന്ന് പറയും, ഈ സാരിയുടെ അറ്റം, അത് നല്ല പോലെ ഞൊറിഞ്ഞ് ചിലവർ നന്നായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് കുത്തി വെക്കും, അതിൻ്റെ ആ പ്ലീറ്റ്സ് പോവാതെ. അപ്പം ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല. അതിന് പകരം ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് തോളയിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് നടുക്കുള്ള പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് എടുക്കാം. ഇതിപ്പം ബ്ലൗസ് പീസ് മുറിച്ച് മാറ്റാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ പ്ലീറ്റ്സ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതായിട്ട് സാരി ഉടുക്കണമെങ്കിൽ ബ്ലൗസ് പീസും കൂടെ വെച്ച് ഉടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും സാരി പ്ലീറ്റ്സ് നല്ലപോലെ എടുത്ത് നമുക്ക് നടുക്ക്, അപ്പം നമുക്ക് ചെറിയ പ്ലീറ്റ്സ് എടുക്കാം. ഭയങ്കര വീതിക്കല്ല, ഞാൻ ചെറിയ പ്ലീറ്റ്സാണ് എടുക്കുന്നത്. ഇതുപോലെ പ്ലീറ്റ്സ് ഞാൻ എടുക്കുവാണ്. അപ്പം നമുക്കൊരു 4 പ്ലീറ്റ്സോളം നമുക്ക് കുത്താനായിട്ട് കിട്ടും. ഇങ്ങനെ നല്ല പോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് നന്നായിട്ട് പ്ലീറ്റ്സ് എടുത്ത് അപ്പോൾ ഒരു 4
പ്ലീറ്റ്സോളം നമുക്ക് കിട്ടി. എന്നിട്ട് ബാക്കി 2 പ്ലീറ്റ്സ് നമ്മൾ അകത്തോട്ട് വെച്ചിട്ട് ആ നടുക്കുള്ള ഭാഗം നമ്മൾ കുത്തി നമ്മൾ അകത്തോട്ട് നമ്മൾ അണ്ടർസ്കേർട്ടിനകത്തോട്ട് നമ്മൾ കുത്തി വെക്കുക ചെയ്യുന്നത്. കണ്ടില്ലേ, ഞാൻ ഇതുപോലെ എടുത്തു. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കുറേയൊക്കെ വരും. അപ്പോൾ ആദ്യം നമുക്ക് പ്ലീറ്റ്സ് നല്ല പോലെ തേച്ച് കൈവച്ച് തന്നെ നമുക്ക് നല്ല പോലെ തേച്ച് ഇതുപോലെ റെഡിയാക്കി. അപ്പോൾ നല്ല പ്ലീറ്റ്സ് നല്ല വടി പോലെ നിൽക്കും. എന്നിട്ട് നമുക്ക് നടുക്കോട്ട് നമുക്ക് സെൻറ്ററിലോട്ട് നല്ല സെൻറ്ററിൽ തന്നെ കുത്തി ഇറക്കണം. നമ്മൾ സെൻറ്ററിലോട്ട് നല്ല പോലെ പ്ലീറ്റ്സ് എടുത്ത് വെച്ചു. അപ്പോഴത്തേക്ക് എന്ന് പറയുമ്പോൾ വെട്ട അടിക്കുന്ന കാരണം ഒട്ടും ക്ലിയർ ആവുന്നില്ല. അപ്പം ഞാൻ ക്ലിയർ ആവുന്ന രീതിയിൽ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് പ്ലീറ്റ്സ് കണ്ടില്ലേ നന്നായിട്ട് എടുത്ത് നല്ല അടിപൊളിയായിട്ട് പ്ലീറ്റ്സ് എടുത്ത് നന്നായിട്ട് നല്ല ഞുറിവെടുത്തിട്ട് നമ്മൾ കുത്തി അകത്തോട്ട് നല്ല ഫേമായിട്ട് കുത്തി വെച്ചു. നമ്മൾ പ്ലീറ്റ്സ് എല്ലാം ഫേമായിട്ട് കുത്തി വെച്ചു. ഇനി നമുക്ക് എക്സ്ട്രാ ഒരു 2 പ്ലീറ്റ് നമ്മൾ അകത്തോട്ട് കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ അകത്തോട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കിട്ടും. അത് നമ്മൾ അണ്ടർസ്കേർട്ടിലോട്ട് കുത്തി വെച്ച്. പിന്നെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അണ്ടർസ്കേർട്ട് കുറച്ചുകൂടെ താത്തി വേണമായിരുന്നു ഉടുക്കാനായിട്ട്. കാരണം ബാക്കിൽ ഇച്ചിരി പൊങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് എനിക്ക് ബാക്കിൽ ഇച്ചിരി ഒരു അങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഇച്ചിരി ബാക്ക് ഇച്ചിരി സൈസ് ഉള്ളത് കാരണം അപ്പം ഞാൻ അണ്ടർസ്കേർട്ട് കുറച്ചും കൂടെ ബാക്കിൽ താഴ്ത്തണമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഈസി ആയിട്ട് കുത്തി ഇറക്കാൻ. അപ്പോൾ എക്സ്ട്രാ കുറച്ച് നമുക്ക് നമ്മൾ വിട്ടായിരുന്നല്ലോ എക്സ്ട്രാ കുറച്ച് പ്ലീറ്റ്സ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ പുറകിൽ നല്ല പോലെ കുത്തി ഇറക്കി വെച്ചു. ഇനി നമ്മൾ നോക്കിയേ, നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം കണ്ടില്ലേ, നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അണ്ടർസ്കേർട്ടിലോട്ട് കുത്തി, മറു സൈഡിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു പ്ലീറ്റ് ബാക്കിലെടുത്തിട്ട് നമ്മൾ നല്ലോണം, അപ്പോൾ ഞാൻ അണ്ടർസ്കേർട്ട് ഇച്ചിരി പൊക്കി ഇച്ചിരി താത്തി കൊടുത്തിരുന്നെങ്കിൽ അത് നല്ല ഫേമായിട്ട് അകത്തോട്ട് ഉള്ളിലോട്ട് നമുക്ക് തിരികെ വെക്കാമായിരുന്നു. എന്തായാലും ഞാനത് ഒരുവിധം അഡ്ജസ്റ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പം നമ്മൾ ഈ ഉടുക്കുന്നിടത്ത് നല്ല പോലെ പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ചിലർ നല്ല എക്സ്പേർട്ടായിട്ടുള്ളവർ ഇതിൻ്റെ അറ്റത്ത് പിടിച്ച് നല്ല പോലെ പ്ലീറ്റ്സ്, അപ്പോൾ ഞാൻ അങ്ങനെ ഉടുക്കാറില്ല. എന്തായാലും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് സാരി ഉടുക്കുന്നവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്ത് നല്ല പോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട്. അപ്പം ഞാൻ ശരിയാകുമോ എനിക്ക് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. എന്നാലും പ്ലീറ്റ്സൊക്കെ എടുക്കുമ്പോൾ റെഡി ആവുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്ന് നമ്മുടെ ബ്ലൗസിനോട് ചേർന്ന് ഒന്ന് കുത്തി വെച്ച് നോക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് കുത്തി നോക്കാം റെഡിയാവുമോ എന്ന്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുത്തു, എന്നിട്ട് ബ്ലൗസിൻ്റെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ റെഡിയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് കണ്ടില്ലേ, ഒരു എക്സ്ട്രാ ഒരു ഇതായിട്ട് ഒരു വൃത്തികേടായിട്ട് കിടക്കുന്നത്, നല്ല പോലെ അടുങ്ങി കറക്റ്റായിട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൈഡിലും കുറച്ച് എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ നല്ല ഫേമായിട്ട് എടുക്കണമായിരുന്നു. അപ്പം ഇങ്ങനെ കുത്തിയപ്പോൾ എന്തോ പോലെ, കാരണം ഞാൻ ഇങ്ങനെ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ സ്ഥിരം ഞാൻ എങ്ങനെയാണ് സാരി ഉടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെയല്ല ഉടുക്കുന്നത്. അപ്പം ഇങ്ങനെ എനിക്ക് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഉടുത്തപ്പോഴത്തേക്ക് എക്സ്ട്രാ ഇങ്ങനെ അത്ര ഒരു രസമില്ല. മൊത്തത്തിൽ എന്തോ ഒരു അപാകത പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇത് അഴിച്ചിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് കുത്തി നോക്കുവാണേ.
ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് തന്നെ ഒരു തൃപ്തിയില്ല. അതിൻ്റെ അറ്റമൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കുവാണേ. കണ്ടില്ലേ? അപ്പോൾ എക്സ്ട്രാ ഇങ്ങനെ ഒരു തുണി പോലെ, അപ്പോൾ അത് തിരികെ കയറ്റി വെക്കുമ്പോഴത്തേക്ക് അതൊരു ഭംഗിയൊന്നും കാണത്തില്ല. എന്തോ ഒരു അപാകത പോലെ എനിക്ക് തോന്നുന്നു. എക്സ്ട്രാ ഒരു തുണി ഇങ്ങനെ പോലെ അത് എന്തോ ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, സാരി ഇങ്ങനെ എടുത്തിട്ട് ആദ്യത്തെ നമ്മുടെ സാരിയുടെ അറ്റമില്ലേ, അത് എൻ്റെ ബ്ലൗസിനോട് ഒരു കുഞ്ഞു പിന്ന് വെച്ച് കുത്തി വെക്കുവാണേ. കുത്തിവെച്ചു. ഇനി നമുക്ക് ഓരോ പ്ലീറ്റ്സായിട്ട് ഓരോ ഞുറിവായിട്ട് എടുത്ത് നമുക്ക് ബ്ലൗസിനോട് ചേർത്ത് കുത്തി വെക്കാം. ഞാൻ സാധാരണ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആദ്യം ഒരു അറ്റം പിൻ ചെയ്യും ബ്ലൗസുമായിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞുറിവെല്ലാം എടുക്കും. എന്നിട്ട് അത് കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായില്ലേ. എന്നിട്ട് ഞാൻ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സാരി നല്ല ഭംഗിയായിട്ട് റെഡിയാക്കി എടുക്കും. സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഈസി. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സാരി നമ്മൾ ഉടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നല്ല കറക്റ്റായിട്ട് നല്ല ഷെയ്പ്പിന് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ഉടുക്കുന്നിടമൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ സൈഡും ബാക്കും ഒക്കെ നല്ല ഷെയ്പ്പിന് വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് പിന്നു കുത്തി റെഡിയാക്കി എടുക്കാം. അങ്ങനെ കുത്തണമെന്നില്ല, നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫേമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിനി ഈ പ്ലീറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ പിന്നെടുത്ത് നമ്മുടെ ബ്ലൗസിനോട് ചേർന്ന് നല്ല ഫേമായിട്ട് നമുക്ക് കുത്തി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ സാരി നന്നായിട്ട് ഉടുത്ത് കംപ്ലീറ്റ് ആക്കി. ഇനിയിപ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉള്ളൂ. ചെറുതായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഇതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഫേമായിട്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ അടിപൊളിയായില്ലേ? അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഫുൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്നറിയാവോ? സാരി ഉടുത്ത് ഇനിയിപ്പം ലിപ്സ്റ്റിക്ക്. നമ്മൾ നേരത്തെ കണ്ണെഴുതിയല്ലോ, പൗഡർ ഇട്ടായിരുന്നു, കണ്ണെഴുതി. ഇനിയിപ്പോൾ എന്താ അടുത്തത്? ലിപ്സ്റ്റിക്ക്.
ഇനി എന്താ, നമുക്ക് ഒരു മാലയും കൂടെ ഇടാം. കമ്മലിട്ടിട്ടുണ്ട് ഓൾറെഡി, ഇനി നമുക്ക് മാലയും കൂടെ ഇടാം. ഇനി എന്താ, നമുക്ക് കെട്ടി വെച്ചേക്കുന്ന മുടി അഴിച്ച് നല്ലോണം ചീകി റെഡിയാക്കി എടുക്കാം. മുടി നന്നായിട്ട് ചീകി നല്ല അടിപൊളിയായിട്ട് എടുക്കാം. ആ വീഡിയോ എടുക്കുന്ന കാരണം നമുക്ക് മൊബൈലിൽ നോക്കി തന്നെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാവാം. അപ്പോൾ എന്തായാലും സാരി ഡ്രേപ്പിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ഒരുങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോയും കൂടെ എടുക്കാം. കുറച്ച് ഫോട്ടോസും കൂടെ എടുത്ത് നമുക്ക് എന്തായാലും ഒരുങ്ങിയതല്ലേ, അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫോട്ടോ എടുക്കാനല്ലേ, അപ്പോൾ ഫോട്ടോയും കൂടെ എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ മുടി ഒക്കെ അടിപൊളിയായിട്ട് ചീകിയേ. ഇനി നെക്സ്റ്റ് എന്താ, ഞാൻ സ്ഥിരം റെഡ്, എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറ് റെഡാണല്ലോ. റെഡും ബ്ലാക്കും വൈറ്റും ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് റെഡ് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോഴത്തേക്ക് എന്തോ റെഡ് കുപ്പി വളയും കൂടെ ഇട്ടു. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സാരി ഉടുത്തു, കമ്മൽ, മാല, കണ്ണെഴുതി, പൊട്ടൊക്കെ വെച്ച്. ഇനിയിപ്പോൾ എന്താ, വളയും ഇട്ടു. ഇനിയിപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ സാരി നന്നായിട്ട് നല്ല സ്റ്റൈലായിട്ട് നമ്മൾ ഉടുത്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫുൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനോടും പറയണേ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. എല്ലാവരും എൻ്റെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എപ്പോഴും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ എപ്പോഴും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ എൻ്റെ സാരി ഡ്രേപ്പിംഗ് വീഡിയോയും ലൈക്ക് ചെയ്യണേ. എപ്പോഴും ഇതുപോലെ കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് എന്താണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഫോട്ടോ എടുപ്പ്. അങ്ങനെ ഫോട്ടോയൊക്കെ പല പോസിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞാൻ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ എല്ലാവരും, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ, സാരി ഡ്രേപ്പിംഗ് വീഡിയോ എൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ലൈവിലും ഒക്കെ വന്നു, പിന്നെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചു. ഒരുപാട് പേര് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈവിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. അത്തപ്പൂക്കളം വീഡിയോ, ക്ലീനിങ് വീഡിയോ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോഴത്തേക്ക് ഇനിയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ലൈവിൽ വരുമ്പോൾ പറയണേ ഇനി ഏത് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അപ്പോഴത്തേക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരും
സപ്പോർട്ട് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. ലൈവിലും വരാം. ഇന്ന് ലൈവിലും നമുക്ക് കാണാം. നമുക്ക് അപ്പോഴത്തേക്ക് ഏത് വീഡിയോ ആണ് ഇനി നെക്സ്റ്റ് വേണ്ടതെന്ന് പറയണേ എല്ലാവരും. അപ്പോൾ ശരി, ഒരുപാട് സന്തോഷം. എല്ലാവരും ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യണം, ഇനിയും സാരി ഡ്രേപ്പിംഗ് വീഡിയോസ് ചെയ്യണം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്തത്. അപ്പോൾ ശരി, ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ. നമുക്ക് ലൈവിൽ കാണാം. പിന്നെ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശരി, ലവ് യു ഓൾ. ശരി, താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ടാറ്റാ, ബൈ ബൈ. ലവ് യു ഓൾ.